ഓട്ടോമാറ്റിക് കാറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 ടിപ്സിനെ പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു. നല്ല റെസ്പോൺസ് ലഭിച്ച ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയിൽ ചില ട്രാൻസ്മിഷനുകളെ കുറിച്ച് പറയുവാൻ വിട്ടുപോയിരുന്നു. അതുകൂടി ചേർത്തുകൊണ്ടും അതുപോലെ തന്നെ പാർക്കിംഗ് മോഡ് ഇല്ലാത്ത വാഹനങ്ങൾ എങ്ങനെ പാർക്ക് ചെയ്യും എന്നിങ്ങനെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ചേർത്തുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ശ്രീ ജിതേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ മിസ് ചെയ്ത ഒരു ട്രാൻസ്മിഷനാണ് IVT. IVT എന്നാൽ ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്നാണ് അർത്ഥം. എസെൻഷ്യലി ഇതൊരു തരം CVT അഥവാ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ തന്നെയാണ്. പെർഫോമൻസ് കൂട്ടുവാൻ വേണ്ടി ഇതിൽ കൂടുതലായുള്ള ഒരു ഇൻ്റലിജൻസും കൺട്രോളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയും തുടർച്ചയായിട്ടുള്ള ഗിയർ റേഷ്യോസ് ലഭിക്കുവാൻ ഒരു ബെൽറ്റ് ആൻഡ് പുള്ളി സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. പോപ്പുലർ കാറുകൾ ഹുണ്ടായി i20, ഹോണ്ട അമേസ്, ഹോണ്ട സിറ്റി ഇതൊക്കെയാണ്. ഈ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് നൽകുന്നത് വളരെ സ്മൂത്ത് ആൻഡ് ലീനിയർ ആക്സിലറേഷനാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഈ വാഹനങ്ങൾ നൽകുന്നുണ്ട്. ട്രഡീഷണൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളെക്കാൾ കൂടുതൽ ഇന്ധനക്ഷമമാണ് ഈ വാഹനങ്ങൾ. അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ എൻജിൻ ശബ്ദം CVTയേക്കാൾ കുറവാണ്. ഈ വാഹനങ്ങളുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ CVT പോലെ തന്നെ ഈ വാഹനങ്ങൾക്ക് ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ട്. ഹൈ സ്പീഡിൽ ഈ വാഹനങ്ങൾ സ്ലഗിഷ് ഫീൽ നൽകിയേക്കാം, ഒപ്പം അൺറെസ്പോൺസീവ് ആണെന്ന് തോന്നുകയും ചെയ്യും. മറ്റൊന്ന്, DSG വാഹനങ്ങളുടേതിൽ നിന്നും മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും വ്യത്യസ്തമായി ഇത് സ്പോർട്ടി അല്ല എന്നുകൂടി പറയേണ്ടി വരും. ഇനി പറയുവാൻ വിട്ടുപോയ ശ്രീ പ്രശാന്ത് ഓർമ്മിപ്പിച്ച സ്കോഡ കുഷാക്കിലൊക്കെ വരുന്ന DSG തന്നെയാണോ എന്നായിരുന്നു. DSG DCT പോലെ തന്നെയാണ്, ഡയറക്റ്റ് ഷിഫ്റ്റ് ഗിയർ ബോക്സ്. ഇതാണ് DSGയുടെ പൂർണ്ണരൂപം. ഇവിടെയും 2 ക്ലച്ചസ് ആണുള്ളത്. ഒന്ന് ഓഡ് ഗിയറുകൾക്കും 2 ഈവൻ ഗിയറുകൾക്കും. ഓഡ് ഗിയറുകൾ എന്ന് പറയുമ്പോൾ 1, 3, 5, 7 ഗിയറുകൾക്കും, ഈവൻ ഗിയറുകൾ എന്ന് പറയുമ്പോൾ 2, 4, 6 എന്നീ ഗിയറുകളും ആണ് വരുന്നത്. ഇത് എക്സ്ട്രീംലി ഫാസ്റ്റ് അതുപോലെ സ്മൂത്ത് ആയ ഗിയർ ചേഞ്ചസിന് വാഹനത്തെ സഹായിക്കുന്നു. ഈ ട്രാൻസ്മിഷൻ്റെ ഗുണവശങ്ങൾ മറ്റേതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റേതിൽ നിന്നും വ്യത്യസ്തമായി ക്വിക്കസ്റ്റ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് ഫാസ്റ്റ് ഷിഫ്റ്റ്സ് ആണ് ഇവർക്ക് ഉള്ളത്. മാനുവൽ ട്രാൻസ്മിഷൻ്റേതുപോലെ കൂടുതൽ എൻഗേജിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്പോർട്ടി ഫീൽ ഇവർ നൽകുന്നുമുണ്ട്. ട്രഡീഷണൽ ഓട്ടോമാറ്റിക്കുകളെ അപേക്ഷിച്ച് ഈ വാഹനങ്ങൾ കൂടുതൽ ഇന്ധനക്ഷമമാണ്. എന്നാൽ ഈ വാഹനങ്ങളുടെ പോരായ്മകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവർ സാധാരണ ഓട്ടോമാറ്റിക്കുകളെക്കാൾ വിലയേറിയ വാഹനങ്ങളാണ്. സ്ലോ സ്പീഡ് അതുപോലെ തന്നെ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കുകളിൽ ഈ വാഹനങ്ങൾ കുറച്ച് ജർക്കിയാണ്. വിശ്വാസയോഗ്യമായ വാഹനങ്ങളാണെങ്കിലും DSGയുടെ ആദ്യകാല മോഡലുകൾക്ക് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ശ്രേണിയിലെ പോപ്പുലർ കാറുകൾ സ്കോഡ കുഷാക്ക് ഉണ്ട്, വോക്സ്വാഗൻ ടൈഗൂൺ ഉണ്ട്, ഓഡി മോഡൽസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് DSGയും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും തമ്മിലുള്ള ഒരു ചെറിയ താരതമ്യം നോക്കാം. ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം നോക്കിയാൽ DSGയും ഒരു തരം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയാണ്. പക്ഷേ ഇവർ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് അതുപോലെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ടൈപ്പാണ്. പെർഫോമൻസ് നോക്കുമ്പോൾ പരമ്പരാഗത ഓട്ടോമാറ്റിക്കുകളെക്കാൾ വേഗതയേറിയതും തടസ്സങ്ങളില്ലാത്തതുമായ ഷിഫ്റ്റ് സാധ്യമാക്കുന്നുണ്ട് ഈ വാഹനങ്ങൾ. ഫലമോ സ്പോർട്ടിയും എൻഗേജിങ്ങുമായ ഒരു ഡ്രൈവിംഗ് അനുഭവം നൽകുന്നു ഇവർ. ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ 2 കൂട്ടരും നല്ല ഇന്ധനക്ഷമതയുള്ള വാഹനങ്ങളാണ്. എന്നാൽ കുറച്ചുകൂടി മെച്ചം DSG വാഹനങ്ങളാണ്. ഇതുപോലെ തന്നെ നമുക്കിനി IVTയും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും തമ്മിലുള്ള ഒരു താരതമ്യം നോക്കാം. പ്രധാന വ്യത്യാസം IVTയും മറ്റൊരു തരത്തിൽ CVT തന്നെയാണ്. എന്നാൽ IVT കൂടുതൽ റിഫൈൻഡ് ആണ്, അത് കൂടുതൽ റെസ്പോൺസീവ് ആണ്. സ്മൂത്ത്നെസ്സിൻ്റെ കാര്യത്തിൽ IVT മറ്റേതൊരു ഓട്ടോമാറ്റിക്കുകളെക്കാൾ മുൻപന്തിയിലാണ്. ട്രഡീഷണൽ ഓട്ടോമാറ്റിക്കുകളെക്കാൾ കൂടുതൽ ഇന്ധനക്ഷമമാണ് IVT. നമ്മൾ വാഹനങ്ങൾ വാങ്ങുവാൻ പോകുമ്പോൾ ഓരോ വാഹനങ്ങളുടെയും എക്സിക്യൂട്ടീവുകൾ പറയുന്നത് കേട്ട് ഒരു തീരുമാനം എടുക്കുവാൻ പറ്റാതെ നിൽക്കുന്നവരാണ് പലപ്പോഴും നമ്മളിൽ പലരും. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പെർഫോമൻസ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഡ്രൈവർമാർക്ക് പറ്റിയ വാഹനമാണ് DSG. പെട്ടെന്നുള്ള ഷിഫ്റ്റുകൾ, സ്പോർട്ടി ആയ ഒരു ഫീൽ, അതുപോലെ ഇന്ധനക്ഷമം, ഇതാണ് അവരുടെ പ്രത്യേകത. എന്നാൽ സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ഡ്രൈവിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ IVT നല്ലൊരു ചോയ്സാണ്. ഇവരും ഇന്ധനക്ഷമതയുള്ള വാഹനങ്ങളാണ്.
ഇനി ഞാൻ പറയുവാൻ പോകുന്നത് IMT ട്രാൻസ്മിഷനുകളെ കുറിച്ചാണ്. IMT എന്നാൽ ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. IMT ഓട്ടോമേറ്റഡ് ക്ലച്ചോട് കൂടിയ ഒരുതരം മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഇടയിലുള്ള ഒരു ഹാഫ് വേ പോയിന്റ് ആണ് ഇത്. സെൻസറുകൾ ഉപയോഗിച്ച് എൻജിൻ സ്പീഡും ലോഡും ഡിറ്റക്ട് ചെയ്ത് അതിനനുസരിച്ച് സ്മൂത്തായ ഷിഫ്റ്റിങ്ങിന് ഓപ്റ്റിമൽ ഗിയറായ ആണ് ഈ വാഹനം സെലക്ട് ചെയ്യുന്നത്. IMT വാഹനങ്ങൾ ട്രഡീഷണൽ ഓട്ടോമാറ്റിക്കുകളെക്കാൾ ഇന്ധനക്ഷമമാണ്. ഇവരുടെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ലാളിത്യം തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ഫുള്ളി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനേക്കാൾ വില കുറഞ്ഞ വാഹനങ്ങളാണ് IMT. ഈ IMT വാഹനങ്ങളുടെ പോരായ്മകളിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഇവർ DSGയെ പോലെയോ അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെയോ പോലെ തീർത്തും സ്മൂത്ത് അല്ല. ഓടിക്കുമ്പോൾ ചെറിയ തോതിലുള്ള ജർക്കി ഫീലിങ്സ് ഉണ്ടാകാറുണ്ട് ഈ വാഹനങ്ങൾക്ക്. ഡ്രൈവർക്ക് മാനുവൽ ആയിട്ടുള്ള ഗിയർ ചേഞ്ചസ് സാധ്യമല്ലാത്തത് കൊണ്ട് മാനുവൽ ട്രാൻസ്മിഷനിലേതുപോലെയുള്ള സെയിം ലെവൽ ഓഫ് കൺട്രോൾ ഇവിടെ കിട്ടണം എന്ന് ഇല്ല. ഹ്യുണ്ടായി വെന്യൂ, കിയയുടെ ചില മോഡലുകൾ ഇതിലൊക്കെയാണ് ഇപ്പോൾ IMT ട്രാൻസ്മിഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി അതേപോലെ ഓട്ടോമേറ്റഡ് ക്ലച്ചിൻ്റെ ഒരു സൗകര്യവും സുഖവും വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് IMT നല്ല ഒരു ഓപ്ഷനാണ്. ഫുള്ളി ഓട്ടോമാറ്റിക്കിനും മാനുവൽ ട്രാൻസ്മിഷനും ഇടയിൽ നല്ലൊരു മിഡ് ഗ്രൗണ്ടാണ് ഇതെന്ന് കൂടി പറയേണ്ടി വരും. ഇനി മറ്റൊരു തരം ട്രാൻസ്മിഷനെ കുറിച്ച് പറയാം. AGS എന്നാണ് ഇതിൻ്റെ പേര്. AGS എന്നാൽ ഓട്ടോമേറ്റഡ് ഗിയർ ഷിഫ്റ്റിംഗ് എന്നാണ് അർത്ഥം. 2014 മാരുതി സുസുക്കിയാണ് ഈ ഒരു ട്രാൻസ്മിഷൻ പയനീർ ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാരുതിയുടെ AMT വേർഷൻ്റെ പ്രൊപ്രൈറ്ററി നെയിമാണ് AGS. ഒരു ഓട്ടോമേറ്റഡ് ക്ലച്ചുള്ള ട്രഡീഷണൽ മാനുവൽ ട്രാൻസ്മിഷനും ഒപ്പം ഒരു ഇലക്ട്രോണിക് യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഗിയർ ഷിഫ്റ്റ് മെക്കാനിസവുമാണ് AGSന് ഉള്ളത്. നേരത്തെയുള്ള AMTയേക്കാൾ വളരെ സ്മൂത്തറായ ഗിയർ ഷിഫ്റ്റുകളാണ് ഇവർക്കുള്ളത്. ഡ്രൈവിംഗ് കണ്ടീഷൻസ് അസസ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഗിയർ ഷിഫ്റ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുവാനും അങ്ങനെ ഓപ്റ്റിമലായ ഒരു പെർഫോമൻസ് നൽകുവാനും AGSന് കഴിയും. ഗിയർ ലിവറിൻ്റെ ഒരു ഷിഫ്റ്റോടുകൂടി ഓട്ടോമാറ്റിക്കിൽ നിന്നും മാനുവലിലേക്കും തിരിച്ചും എളുപ്പത്തിൽ വരുവാൻ കഴിയും ഈ വാഹനങ്ങൾക്ക്. സിറ്റി ഡ്രൈവിങ്ങിൽ പോലും നല്ല ഇന്ധനക്ഷമമാണ് AGS കാറുകൾ. മാത്രവുമല്ല വില വെച്ച് നോക്കുമ്പോൾ ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ഒരു മോഡൽ കാറുകൾ ആണ് ഇവർ. ഈ വിഭാഗത്തിലെ പോപ്പുലർ കാർസ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഉണ്ട്, സെലേറിയോ ഉണ്ട്, ഡിസയർ ഉണ്ട്, ഇഗ്നിസ് ഉണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള AMT സിസ്റ്റത്തെക്കാൾ കൂടിയ പെർഫോമൻസിനും കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ഷിഫ്റ്റിങ്ങിനും മാരുതി സുസുക്കി നല്ലൊരു തുക AGSൻ്റെ ട്യൂണിങ്ങിന് മാത്രമായുള്ള സ്പെസിഫിക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. AMT ഒരു ജനറിക് നാമമാണെങ്കിൽ AGS മാരുതിയുടെ മാത്രം സ്വന്തമാണ്. ചുരുക്കത്തിൽ കൂടുതൽ സ്മൂത്ത്നെസ്, ഡ്രൈവിംഗ് കംഫർട്ട്, കൂടിയ റിഫൈൻമെൻറ്റ് ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മാരുതിയുടെ AMT ടെക്നോളജിയുടെ മേൽ ഉള്ള ഒരു സ്പെസിഫിക് ഇംപ്ലിമെൻറ്റേഷനാണ് AGS. ഇനിയും 2-3 തരം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടിയുണ്ട്. അതിലൊന്ന് സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഈ കാറുകളിൽ ക്ലച്ച് പെഡൽ ഉണ്ടാകും, പക്ഷേ ക്ലച്ച് യൂസ് ചെയ്യാതെ തന്നെ ഗിയറുകൾ ഓട്ടോമാറ്റിക്കായി ഷിഫ്റ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു ട്രാൻസ്മിഷൻ ആണിത്. പഴയ സ്പോർട്സ് കാറുകളിലും മോട്ടോർ സൈക്കിളുകളിലും ഒക്കെ ആയിരുന്നു ഇത് കണ്ടിരുന്നത്. ഇപ്പോൾ ഇതങ്ങനെ ആരും ഉപയോഗിച്ച് കാണാറില്ല. മറ്റൊന്ന് ഹൈഡ്രോ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഈ തരത്തിലുള്ള ട്രാൻസ്മിഷനിൽ ഗിയർ ചേഞ്ചസ് മാനേജ് ചെയ്യുന്നത് ഒരു ടോർക്ക് കൺവെർട്ടറും ഒരു ഹൈഡ്രോളിക്സും ചേർന്നാണ്. പഴയ കാറുകളിലായിരുന്നു ഇത് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയുള്ള കാറുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് CVTയും DCTയും ഒക്കെ പിന്നീട് വന്നത്. ഇനി മറ്റൊരു ടൈപ്പ് ട്രാൻസ്മിഷൻ അതായിരുന്നു ഇലക്ട്രിക്കലി കൺട്രോൾഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇതൊരു ട്രഡീഷണൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയായിരുന്നു. പക്ഷേ ഗിയർ ഷിഫ്റ്റുകൾ മാനേജ് ചെയ്തിരുന്നത് ഹൈഡ്രോളിക്സിന് പകരം ഒരു ഇലക്ട്രിക് മോട്ടോർ ആയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്മിഷൻ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയിൽ ഇത് കാര്യമായി ഉപയോഗിക്കേണ്ടി വന്നില്ല. ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് കാറുകൾ വന്നപ്പോൾ തന്നെ ഈ പറഞ്ഞ പലവിധ ട്രാൻസ്മിഷനുകളുടെയും സ്ഥാനത്ത് പുതിയ ടെക്നോളജികൾ വന്നിരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതും ഉപയോഗിക്കുന്നതുമായ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകൾ ഇതൊക്കെയാണ്: AMT ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ, CVT കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ, DCT ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, DSG ഡയറക്റ്റ് ഷിഫ്റ്റ് ഗിയർ ബോക്സ്, IVT ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ, IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, AGS ഓട്ടോമേറ്റഡ് ഗിയർ ഷിഫ്റ്റിംഗ്. ഇനിയും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ചിലർ എന്നോട് ചോദിച്ചിരുന്നു. അത് P എന്ന പാർക്കിംഗ് മോഡ് ഇല്ലാത്ത വാഹനങ്ങൾ എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത് എന്നായിരുന്നു ആ ചോദ്യം.
കഴിഞ്ഞ വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയതിൽ ക്ഷമ ചോദിക്കുന്നു. പി മോഡ് ഇല്ലാത്ത വാഹനങ്ങളിൽ ആദ്യം പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ട്രാൻസ്മിഷൻ ലിവർ എൻ അല്ലെങ്കിൽ ന്യൂട്രൽ മോഡിലേക്ക് മാറ്റുക. ഈ ഒരു രീതിയാണ് പലരും റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ രീതിയിലുള്ള പാർക്കിംഗ് ഒരു ഫ്ലാറ്റായ പ്രതലത്തിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായവുമില്ല. അപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഗിയർ മോഡിലേക്ക് വണ്ടിയുടെ ഗിയർ മാറ്റിയിടുക. ഡി മോഡിലോ അല്ലെങ്കിൽ മാനുവൽ മോഡിൻ്റെ M1 പൊസിഷനിലോ ഇട്ടിട്ട് വാഹനം പാർക്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. എന്നാൽ ഒരു ഇറക്കത്തിലാണ് വാഹനം പാർക്ക് ചെയ്യുന്നത് എങ്കിൽ ബ്രേക്ക് പെഡൽ ഡിപ്രസ് ചെയ്തിട്ട് ഗിയർ ഷിഫ്റ്റ് ലിവർ R അഥവാ റിവേഴ്സ് പൊസിഷനിലേക്ക് ഇടുക. ഇത് തന്നെ ഒരു കയറ്റത്തിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഡി മോഡിലോ അല്ലെങ്കിൽ മാനുവൽ മോഡിൻ്റെ M1 പൊസിഷനിലോ ഇട്ടിട്ട് വേണം പാർക്ക് ചെയ്യുവാൻ. എന്നിട്ട് വേണം എൻജിൻ സ്റ്റോപ്പ് ചെയ്യുവാൻ. എന്നാൽ മാരുതിയുടേത് പലതും AGS ട്രാൻസ്മിഷനാണ്. AGS ട്രാൻസ്മിഷൻ കാറുകളിൽ പി മോഡ് ഉണ്ടാകില്ല. അങ്ങനെയുള്ള കാറുകളിൽ പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഗിയർ ഷിഫ്റ്റ് ലിവർ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇട്ടിട്ട് പാർക്ക് ചെയ്ത് പോകാവുന്നതാണ്. എന്നാൽ ഒരു ഇറക്കത്തിലാണ് പാർക്ക് ചെയ്യുന്നത് എങ്കിൽ ബ്രേക്ക് പെഡൽ ഡിപ്രസ് ചെയ്തിട്ട് ഗിയർ ഷിഫ്റ്റ് ലിവർ R അഥവാ റിവേഴ്സ് പൊസിഷനിലേക്ക് ഇടുക. ഇത് തന്നെ ഒരു കയറ്റത്തിലാണ് കാർ പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഡി മോഡിലോ അല്ലെങ്കിൽ മാനുവൽ മോഡിൻ്റെ M1 പൊസിഷനിലോ ഇട്ടിട്ട് വാഹനം പാർക്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് എൻജിൻ സ്റ്റോപ്പ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് എൻജിൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഗിയർ ഷിഫ്റ്റ് ലിവർ ഷിഫ്റ്റ് ചെയ്യുക. മാത്രമല്ല എൻജിൻ അങ്ങനെ നിർത്തുന്നതിന് മുൻപ് ട്രാൻസ് ആക്സിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം എൻജിൻ ഓഫ് ചെയ്യുവാൻ. എന്നിട്ട് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം മാത്രം ബ്രേക്ക് പെഡൽ റിലീസ് ചെയ്യുക. പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ ഇഗ്നിഷൻ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഏത് ഗിയർ പൊസിഷനിലായിരുന്നോ വണ്ടി അവിടെ വെച്ച് ഗിയർ ഷിഫ്റ്റ് ലിവർ ലോക്ക്ഡ് ആകും. എന്തുകൊണ്ടാണ് എൻജിൻ ഗിയർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യണം എന്ന് പറയുന്നത്? എൻജിൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഓഫ് ചെയ്താൽ വാഹനം നിങ്ങൾ ഏത് ഗിയറിലേക്ക് മാറ്റിയാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല. വാഹനം അപ്പോഴും ന്യൂട്രലിൽ തന്നെ ആയിരിക്കും. സംശയമുള്ളവർ പാർക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തിട്ട് വാഹനം ഒന്ന് തള്ളി നോക്കൂ. ഏത് ഗിയർ പൊസിഷനിലാണെങ്കിലും വാഹനം മുന്നോട്ട് നീങ്ങും. ഇനി മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാറ പോലെയുള്ള വാഹനങ്ങളുടെ ഓട്ടോമാറ്റിക് മോഡലുകൾ CVT ട്രാൻസ്മിഷനോട് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് P അഥവാ പാർക്കിംഗ് മോഡ് ഉണ്ടാകും. വിറ്റാര പോലെയുള്ള വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഗിയർ P മോഡിലേക്ക് മാറ്റുക. കമ്പനി നൽകുന്ന യൂസർ മാനുവൽ പ്രകാരം ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ N അഥവാ ന്യൂട്രൽ മോഡിലേക്ക് ഇട്ടിട്ട് വേണം പാർക്ക് ചെയ്യാനെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ഈ മേഖലയിലുള്ള പല വിദഗ്ധരും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്ന അഭിപ്രായക്കാരാണ്. എന്തുകൊണ്ടാണ് പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം P മോഡിലേക്ക് മാറ്റണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. ഉദാഹരണത്തിന് വാഹനം ഒരു ഇറക്കത്തിൽ ആണ് എന്ന് കരുതുക. ആ സമയത്ത് പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ P മോഡിലേക്ക് മാറ്റുമ്പോൾ വാഹനത്തിൻ്റെ ഭാരം മുഴുവൻ P മോഡിലേക്ക് മാറ്റുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. മാത്രമല്ല വലിയൊരു ശബ്ദവും ഷോക്കും വാഹനത്തിൽ നിന്ന് കേട്ടു എന്നും വരാം. ഇത് കുഴപ്പമൊന്നുമുള്ള ഒരു കാര്യമല്ല. അതേപോലെ തന്നെ വാഹനം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ തുടങ്ങുമ്പോൾ പാർക്ക് ബ്രേക്ക് റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ P മോഡിൽ നിന്നും മാറ്റുവാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ഏതൊരു ഓട്ടോമാറ്റിക് വാഹനങ്ങളാണെങ്കിലും അവരുടെ ട്രാൻസ്മിഷൻ്റെ സവിശേഷ സ്വഭാവം അനുസരിച്ച് പാർക്കിംഗ് ആണെങ്കിലും ഡ്രൈവിംഗ് ആണെങ്കിലും മെയിൻ്റനൻസ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഓണേഴ്സ് യൂസർ മാനുവൽ ഭംഗിയായി വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. കാരണം അത് വാഹനത്തിൻ്റെയും നിങ്ങളുടെയും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഒട്ടേറെ ഗുണം ചെയ്യും. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ മോഡലിലും വ്യത്യസ്തമായിരിക്കും. നമ്മളൊക്കെ ഇത് പറയുന്നത് എപ്പോഴും ജനറലായി കണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. മാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.